Welcome to Learnino. ഇന്ന് നമ്മൾ മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിൽ വരുന്ന കുറച്ച് ഒരു ഹയർ എൻഡിൽ വരുന്ന ഒരു ഇതാണ് ഈ മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് DSP എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യാനുള്ള മെത്തേഡ്സ് അതിൽ നമ്മൾ ഇനിഷ്യലി നമ്മൾ ഫോറിയർ FFT പറയും, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം, അതേപോലെ തന്നെ കൺവല്യൂഷൻ മെത്തേഡ്സ്, അങ്ങനെയുള്ള കുറെ ഉണ്ട്. പിന്നെ ഫിൽട്ടർ ഡിസൈൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഈ സിഗ്നൽസിന്റെ ഡിജിറ്റൽ സിഗ്നൽസിന്റെ പ്രോസസ്സിംഗിൽ വരുന്നതാണ് ഇപ്പോൾ മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് ഇൻ DSP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആ പേര് മൾട്ടി റേറ്റ് എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഈ മൾട്ടി റേറ്റ് DSPയില് മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗില് ഇവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണ് പറയുന്നത്? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ് അല്ലെ പറയാ. അപ്പൊ ഈ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ ഡിഫറെന്റ് സാമ്പിളിംഗ് റേറ്റിൽ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അത് സിസ്റ്റത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ ഡിഫറെന്റ് സാമ്പിളിംഗ് റേറ്റിൽ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ്, അതായത് ഈ ഒരു സാമ്പിൾ റേറ്റ് കൺവേർഷൻ ചെയ്യുന്ന ആ സിസ്റ്റംസിനെയാണ് നമ്മൾ മൾട്ടി റേറ്റ് DSP സിസ്റ്റംസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ദാറ്റ് എംപ്ലോയ്സ് സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ വൈൽ പ്രോസസ്സിംഗ് ദ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ സാമ്പിൾ റേറ്റ് കൺവേർട്ട് ചെയ്യുക, അതായത് ഡിഫറെന്റ് സാമ്പിളിംഗ് റേറ്റ്സിൽ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് സാമ്പിളിംഗ് റേറ്റ് കൺവേർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള സിസ്റ്റംസിനെ നമ്മൾ പറയുന്നതാണ് മൾട്ടി റേറ്റ് DSP സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി ഈ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് ഈ സാമ്പിളിംഗ് റേറ്റിൽ വരുന്ന ഈ കൺവേർഷൻ, അതിനെ നമ്മൾ ഒരു സാമ്പിളിംഗ് റേറ്റിൽ നിന്നും മറ്റൊരു സാമ്പിളിംഗ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ. ഇനി ഈ സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ നമ്മൾ ഡിജിറ്റൽ ഡൊമൈനിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡൗൺ സാമ്പിളിംഗ് or decimation. ശ്രദ്ധിക്കുക, ഈ സാമ്പിളിംഗ് റേറ്റ് കൺവേർഷനിൽ ഒരു മെത്തേഡ് ആണ് ഡൗൺ സാംപ്ലിംഗ് ഓർ ഡെസിമേഷൻ ആൻഡ് അനദർ വൺ ഈസ് അപ് സാംപ്ലിംഗ് ഓർ ഇന്റർപോളേഷൻ. അതായത് സാമ്പിളിംഗ് റേറ്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതാണ് ഡിഫറെന്റ് സാമ്പിളിംഗ് റേറ്റിൽ നമ്മൾ പ്രോസസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഏതർ നമുക്ക് എന്ത് ചെയ്യാം, ആ സാമ്പിളിംഗ് റേറ്റിനെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ആ സാമ്പിളിംഗ് റേറ്റിനെ നമുക്ക് ഡിക്രീസ് ചെയ്യാം. അപ്പോ സാമ്പിളിംഗ് റേറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡൗൺ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡെസിമേഷൻ. സാമ്പിളിംഗ് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ് അപ് സാമ്പിളിംഗ് ഓർ ഇന്റർപോളേഷൻ. ഓക്കെ, ഈ ഡൗൺ സാമ്പിളിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെസിമേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ആ ഇന്റിജർ ഫാക്ടറിനെ, അത് ചെയ്യുന്ന റേറ്റിന്റെ ഇന്റിജർ ഫാക്ടറിനെ നമ്മൾ ക്യാപിറ്റൽ D എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അപ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ഇന്റർപോളേഷൻ ചെയ്യുന്നതിന് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന ഇന്റിജർ ഫാക്ടർ ക്യാപിറ്റൽ I എന്നാണ്. ഓക്കെ, ഇനി ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതായത് ഡൗൺ സാമ്പിളിംഗ് എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെസിമേഷൻ എങ്ങനെ ചെയ്യുന്നു, ആ ഒരു ഡെസിമേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ് സാമ്പിളിംഗ് എങ്ങനെയാണ് വരുന്നത്, ഇന്റർപോളേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഒരു സിഗ്നലിനെ അത് ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ, ഡൗൺ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ സാമ്പിളിംഗ് റേറ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് കൂട്ടുകയോ ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ലോവർ സാമ്പിൾ റേറ്റ് വരുമ്പോൾ ഒന്ന് പ്രോസസ്സിംഗ് നമുക്ക് കുറവ് മതി, അതേപോലെ തന്നെ സ്റ്റോറേജ് നമുക്ക് കുറവ് മതി, പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ആവും. ഇതൊക്കെയാണ് ലോവർ സാമ്പിൾ റേറ്റിന്റെ അഡ്വാൻറ്റേജസ്. അപ്പർ സാമ്പിൾ റേറ്റിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ സറൗണ്ടിങ് അനലോഗ് ആൻഡ് RF സർക്യൂട്ടറി ഒക്കെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം, കമ്പ്യൂട്ടേഷൻ സിംപ്ലിഫൈ ചെയ്യാം. അതൊക്കെയാണ് ഹയർ സാമ്പിൾ റേറ്റിന്. ജസ്റ്റ് ചിലപ്പോൾ മേ ബി അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞ ഡൗൺ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡെസിമേഷൻ അല്ലെങ്കിൽ അപ് സാമ്പിളിംഗ് ഓർ ഇന്റർപോളേഷൻ എങ്ങനെയായിരിക്കും വരാൻ നോക്കാം. ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ സാമ്പിൾ റേറ്റ്. അല്ലെ, സാമ്പിൾസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്റെ സാമ്പിൾസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ x(n) എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെന്ന് വിചാരിക്കാം. അവിടെ D എന്ന് പറയുന്നതാണ് അവിടെ സാമ്പിളിംഗ് റേറ്റ് റിഡക്ഷൻ ഫാക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റിജർ ക്യാപിറ്റൽ D എന്നാണെങ്കിൽ ഡൗൺ സാമ്പിൾഡ് വേർഷൻ ഓഫ് സിഗ്നലിന് നമ്മൾ X
ഓഫ് ഡി എൻ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പെർഫോം ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? ഡൗൺ സാമ്പിളർ അല്ലെങ്കിൽ ഡെസിമേറ്റർ വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഡെസിമേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുക. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, അതിനെ നമ്മൾ ഡെസിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺ സാമ്പിൾ ചെയ്യുക. അപ്പോൾ ഡൗൺ ആരോ വെച്ചിട്ടായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെസിമേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പുതിയ സിഗ്നൽ, ഡൗൺ സാമ്പിൾഡ് വേർഷൻ ഓഫ് ദി സിഗ്നൽ നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എക്സ് ഓഫ് ഡി എൻ. ഓക്കെ, അപ്സാംപ്ലിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ ചെയ്യുക? സാമ്പിളിംഗ് റേറ്റിന് നമ്മൾ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, അതായത് അവിടെ വരുന്ന ഫാക്ടർ ഐ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് അവിടെ വരുന്നത്. അവിടുത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഐ എന്നുള്ളതാണ് ആ ഫാക്ടർ. അപ്സാമ്പിൾഡ് വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യണം എന്ന് വെച്ചാൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിനെ അപ്സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ആരോ ക്യാപിറ്റൽ, അതായത് അപ്പ് ആരോ ആണ് യൂസ് ചെയ്യുക, ക്യാപിറ്റൽ ഐ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് വൈ ഓഫ് എൻ എന്ന് പറയുന്നതായിരിക്കും സാമ്പിൾഡ് വേർഷൻ ഓഫ് ദ സിഗ്നൽ. അതാണ് ഡൗൺ സാമ്പിളിംഗും അപ്പ് സാമ്പിളിംഗും. ഇനി അത് നമുക്ക് എങ്ങനെയാണ് അതൊരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത എന്തായിരിക്കും ആ സീക്വൻസിന് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. See here, upsampling അല്ലെങ്കിൽ ഇന്റർപോളേഷനിൽ നമ്മൾ പറഞ്ഞു, upsampling നമ്മൾ ഐ എന്നാണ് അല്ലെ, ഐയും അപ്പ് ആരോ ആണ് യൂസ് ചെയ്യുക. അതിപ്പോ നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് ഇപ്പൊ ടു വെച്ചിട്ടാണ് സാമ്പിൾ ചെയ്തതെന്ന് അവിടെ നമ്മൾ 2 എന്ന് എഴുതും. അതായത് ആ ഫാക്ടർ ആണ് ഈ ഐ ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെസിമേറ്റ് ചെയ്യുമ്പോൾ ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ ഉള്ള ക്യാപിറ്റൽ ഡിയും അപ്സാംപ്ലിംഗ് അല്ലെങ്കിൽ ഇന്റർപോളേഷൻ ചെയ്യുന്ന ക്യാപിറ്റൽ ഐയും ആ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ എത്ര എണ്ണം വെച്ചിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് സാമ്പിൾസ്. ഇപ്പൊ നമുക്ക് അത് അപ്സാംപ്ലിംഗിൽ എത്രയാണ് വരുന്നത് അത് വെച്ച് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഇത് ഫസ്റ്റത്തെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഡിസ്ക്രീറ്റ് സീക്വൻസും ഇത് അതിനുശേഷം അപ്സാമ്പിൾ ചെയ്തതുമാണ്. അപ്പൊ അപ്സാംപ്ലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ ഉള്ളത് ഈ ഫസ്റ്റത്തെ ഈ സാമ്പിള് കണ്ടില്ലേ, ഇത് ഇങ്ങോട്ട് എത്തി, അതിന്റെ ഇടയിൽ ഒരു സാമ്പിള് വന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, അടുത്തത് എന്ന് പറയുന്ന അടുത്തത് ഇവിടെ ഒരു സാമ്പിൾ ഫ്രീ ആയി നിന്നു. ഈ പറഞ്ഞ പോയിന്റ്, അതായത് ഡിസ്ക്രീറ്റ് സിഗ്നലിലെ ഓരോ പോയിന്റ് ആണ് പറഞ്ഞത്, അത് കുറച്ചും കൂടി ഇപ്പുറത്തെത്തി. പിന്നെ ഒരു സാമ്പിൾ കഴിഞ്ഞു, അതിനുശേഷം അതായത് ഓരോ സാമ്പിൾസും ഇടവിട്ട് ഓക്കെ അത് എത്രയാണോ അത് നമ്മൾ സാമ്പിൾ ചെയ്യുന്ന റേറ്റിനനുസരിച്ച് വരും. അപ്പൊ ആ സിഗ്നൽ എങ്ങനെ മാറി നോക്കൂ, അതായത് ഇതായിരുന്നു നമ്മളുടെ ആ ഒറിജിനൽ ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു സിഗ്നൽ, ഫസ്റ്റത്തെ ഇത് ആ സിഗ്നൽ ഡിസ്ക്രീറ്റ് സിഗ്നലിലെ ഓരോ പോയിന്റ്സ് ആയിരുന്നു ഇത് ഈ 4. ആ സംഭവമാണ് നമുക്ക് ഇവിടെ എത്തിയത് ദേ ഇങ്ങനെ. ഓക്കെ, ഇതാണ് സാമ്പിൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ക്ലിയർ ആയോ? അപ്പോ ഇങ്ങനെയാണ് അപ്സാംപ്ലിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് ഡൗൺ സാമ്പിളിംഗിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സാമ്പിളിംഗ് റേറ്റ് കുറയ്ക്കുമ്പോൾ അത് ചുരുങ്ങി വരും. ഓക്കെ, ഡൗൺ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ അത് ചുരുങ്ങി വരും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന സീക്വൻസ് ഇവിടെ തന്നെ 0-ൽ വരുന്ന, അതിനുശേഷം ഇത് ഇങ്ങോട്ടെത്തി, ഒരു സാമ്പിൾ കഴിഞ്ഞു, അടുത്തത് ഇങ്ങോട്ടെത്തി, അടുത്തത് ഇങ്ങോട്ടെത്തി, അടുത്തത് ഇങ്ങോട്ടെത്തി. അപ്പൊ ഈ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലുള്ള ആ ഓരോ പോയിന്റ്സും വാല്യൂസും ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കൊരു സീക്വൻസ് വെച്ച് പറയാം. ഓക്കെ, അതായത് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഡെസിമേറ്റർ എടുക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് ഡൗൺ സാമ്പിൾ ചെയ്യാണ്. ഇപ്പൊ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വാല്യൂ 1-ല് വാല്യൂ ഉണ്ട്, 2-ല് വാല്യൂ ഉണ്ട്, 3-ല് വാല്യൂ ഉണ്ട്, 4-ല് വാല്യൂ ഉണ്ട്. അപ്പൊ ഇനി ഇതില് നമ്മൾ m = 2 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് m, അത് നമ്മൾ ഓരോ നൊട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എത്രയാണ് ആ മൾട്ടിപ്പിൾസ്, ഇന്റിജർ മൾട്ടിപ്പിൾ എത്രയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? 0-ലുള്ള വാല്യൂ അങ്ങനെ തന്നെ നിൽക്കും. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നോക്കൂ, ഈ 2-ലുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ 1-ല് വരുന്നത്. ഓക്കെ, അടുത്ത 4-ലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ 2-ല് വരുന്നത്. അടുത്ത 6-ലുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ 3-ല് വരുന്നത്. അടുത്തത് 8-ലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എവിടെ വരുന്നത്? ഇവിടെ 4-ല് വരുന്നത്. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ ആ ഡെസിമേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂസ് ആ ചുരുങ്ങി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഡെസിമേറ്ററിൽ നമ്മൾ അത് കാണിച്ചില്ലേ, അതിന്റെ കുറച്ചും കൂടെ ക്രിസ്പ് ആയിട്ട് നമ്മൾ ഇവിടെ ആ നമ്പർ വെച്ച് തന്നെ കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അവിടെ നമുക്ക് ആ ബാൻഡ് ലിമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചില സമയത്ത് ഏലിയാസിംഗ് വരും, അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഫർമേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഏലിയാസിംഗ് വരാതെ നമുക്കത് സാമ്പിൾ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരു ഡെസിമേറ്ററിൽ കൂടെ നമ്മൾ ആ സീക്വൻസ് അല്ലെങ്കിൽ ഡെസിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ,
See here, നമ്മളൊരു L fold expand ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ expand ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സീക്വൻസ്, ഈ പോയിന്റിലുള്ള സീക്വൻസ്, ഇത് ഇവിടെ എത്തി. ഈ പോയിന്റിലുള്ള സീക്വൻസ് ആണ്, രണ്ടാമത്തെ സീക്വൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തത് അത് കഴിഞ്ഞ്, അതായത് ഇവിടെ ഓരോ പോയിന്റ്സ് വിട്ടിട്ടാണ് അടുത്തത് വരുന്നത്. അതാണ് L fold expander. അതായത് നമ്മൾ ആ സീക്വൻസ് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് എന്ത് വരില്ലേ, ഏലിയാസിങ്ങിനോ ലോസ് ഓഫ് ഇൻഫോർമേഷനോ ഉള്ള ചാൻസ് കുറവായിരിക്കും. ഏതില്? എക്സ്പാൻഡറിൽ അല്ലെങ്കിൽ L fold നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. ഓക്കെ, സോ അതാണ് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും.